ഹായ് ഡിയോസ്, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. പതുക്കെയാണ് സംസാരിക്കുന്നത്, പിള്ളേരുടെ തുടങ്ങുന്നത് കേട്ടോ. ഇപ്പോൾ രാവിലെ ഒരു മട്ടൻ ബിരിയാണി പ്രിപ്പയർ ചെയ്യാനുള്ള പ്രിപ്പറേഷനിലാണ്. വേണ്ട, ഞാൻ മട്ടൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇവിടെ കുക്കറില്ല, പ്രഷർ കുക്കറില്ല, ഹോട്ടലാണ്. അവിടെ നിർത്തിയിട്ട് വന്നില്ല. സോ ഞാൻ വിചാരിച്ച് സമയം കളയണ്ട, ഇതിൻ്റെ അകത്ത് വേവിക്കാമെന്ന് വിചാരിച്ചു. കാണിച്ചു ഒരു കണ്ടോ, ഇങ്ങനെയാണ് വെച്ചേക്കുന്നത്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മസാല, പിന്നെ സവാള, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത് എത്ര ഇട്ടിട്ടുള്ളൂ. അപ്പം അതൊരു 1.5 മണിക്കൂർ എന്തായാലും വേണം ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട്. മട്ടൻ്റെ എല്ലാണ് കേട്ടോ, വാരിയിലുണ്ടല്ലോ, അതാണ് ഐറ്റം. ഞാൻ ഇപ്പോൾ വെച്ചതേ ഉള്ളൂ. കറക്റ്റ് 1.5 മണി, ഇപ്പോൾ 9, 10, 11 മണി ആ സമയമാവും. ഗ്യാസിൻ്റെ കാര്യത്തിൽ തീരുമാനമോ സ്ലോ കുക്ക് ചെയ്തെടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. കുക്കർ ഉണ്ടെന്നുണ്ടെങ്കിൽ പാടില്ല, ഒരു 5-6 വിസിൽ ഏൽപ്പിച്ചാൽ മതിയല്ലോ. ഇത് വെന്ത് വരണ്ടേ. പിള്ളേർ നല്ല ഉറക്കം, അവർ ഉറങ്ങുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വലിയ പഠിപ്പാണൊന്നുമില്ല. അതുകൊണ്ടിട്ട് അപ്പം ഞാൻ ആദ്യം സ്കിൻ കെയർ ചെയ്യണം. ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുന്നത്, മോയ്സ്ചറൈസർ പുരട്ടിയാലേ അത് മാറത്തുള്ളൂ. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത് ക്ലൈമറ്റ് ഭയങ്കര ഹ്യൂമിഡിറ്റിയാണ്. കിച്ചണിൽ നിൽക്കാൻ അമ്മാതിരി ചൂട്. ഇത് കിച്ചണിലെ ഡോർ അടച്ചിട്ട് ആ ഡോർ തുറന്നിട്ട് കഴിഞ്ഞാൽ അവിടുത്തെ AC കിട്ടും. പക്ഷേ സൗണ്ട് കിട്ടി കഴിഞ്ഞാൽ പിള്ളേർ എണീക്കും. ഭയങ്കര വിഷയമുണ്ട്. ഒരു കാര്യം ചെയ്യണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ നോക്കുന്നു. അപ്പം സവാള കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത്രയും പണിപ്പാടില്ല. ഗോകുലൊക്കെ നല്ല ഉറക്കും. ഇപ്പോഴും എനിക്കില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഉറങ്ങിയപ്പോൾ ചിഞ്ചുറണ്ണും ഗോകുലും ഒക്കെ ഉറങ്ങിയപ്പോൾ വെളുപ്പിന് ഏതാണ്ട് 6 മണി എന്തോ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഗോകുലൊരു കോൺട്രാക്ട് പിടിച്ചിട്ട് വന്നു. ഈ നമ്മുടെ ടൈഡ് ഉണ്ടല്ലോ, സോപ്പ് പൊടി, ടൈഡിൻ്റെ ഒരൊറ്റ ദിവസം കൊണ്ട് 150 പാക്കറ്റ് ബോക്സ് കണ്ടെയ്നറിൽ ഷിപ്പിൽ നാട്ടിൽ പോകാനുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരെണ്ണം പിടിച്ചുകൊണ്ട് വന്നു. 300 എണ്ണം കൊടുത്തു. അണ്ണം പറഞ്ഞ് 300 എണ്ണം പറ്റില്ല, 10 എണ്ണം ആണെന്നുണ്ടോ ഓക്കെ, അത് പിടിക്കാൻ പറഞ്ഞു. പക്ഷേ ചെയ്തിട്ട് അവർ 50 എണ്ണം പിടിക്കാൻ പറഞ്ഞു. 50 എണ്ണമായിട്ട് ഇപ്പോഴും 34 എണ്ണം ഉണ്ടായതേ ഉള്ളൂ. കിടന്ന് പറയുന്നത് ഇതെടുക്കാൻ അവർ വരുമെന്ന് പറഞ്ഞു. അവർക്കിനി സമയമില്ല. ആളുണ്ടായിരുന്നു ഗോകുലിൻ്റെ 5-6 കൂട്ടുകാർ, ചിഞ്ചുണ്ണൻ, എന്നോട് പിന്നെ അതിനകത്തൊരു ചേട്ടൻ്റെ വൈഫ്, ഒത്തിരി പേരുണ്ടായിരുന്നു. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത് അങ്ങനെയൊന്നും കിട്ടുന്ന കോൺട്രാക്റ്റ് അല്ല. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല എമൗണ്ട് കിട്ടും. നല്ല കോൺട്രാക്ട്. ചേച്ചി കൂടെ സമയം കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ. അവർക്ക് അത്യാവശ്യം സമയം കിട്ടിയില്ലതാ. ശരി, ഇതൊക്കെ കട്ട് ചെയ്ത് വെക്കിട്ട് ഇല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങളത് വർഷണം കൊണ്ടുണ്ടെങ്കിൽ മാത്രമേ നടക്കുള്ളൂ. ഞാൻ ഉള്ളിൽ കട്ട് ചെയ്ത് നിന്നപ്പോൾ തന്നെ ശിവ എണീറ്റ്. ഒന്നെടുത്ത് 56 എണ്ണം ആദ്യം കൂടെ വരുന്നത്. മട്ടൻ്റെ ഒരുവിധമൊക്കെ പകുതി വരെ വറ്റി വന്നു. രാവിലെ ദോശ വെക്കാൻ വിചാരിച്ചു. ദോശയും ചമ്മന്തിയും. പിള്ളേർക്ക് ദോശ ഉണ്ടെങ്കിൽ പിള്ളേരങ്ങ് കഴിച്ചോളൂ. വേറെ എന്ത് കൊടുത്താലും അവർക്ക് വേണ്ട. ദോശ അങ്ങനെ നൈസായിട്ട് വേണം, പിള്ളേർക്ക് കട്ടിക്ക് വേണം. ചട്നിക്ക് ഞാൻ അരച്ച് വെച്ചു. നമ്മൾ ചട്നിയും കൂടെ ആക്കി കഴിഞ്ഞാൽ ദോശയാവും. ഗോകുല് രാവിലെ ഒന്നും കഴിക്കില്ല. പുറകെ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ കഴിയും. ചില ദിവസം അതിനടുത്ത് ചാടിക്കുക. വേണ്ടെന്നല്ലേ പറഞ്ഞത്, പിന്നെ നിർബന്ധിക്കാൻ എനിക്കില്ല. വേണം കഴിച്ചാൽ എനിക്ക് ഇന്നലെ വന്നിട്ട് പറയാം, നീ എല്ലാവരും കഴിക്കുന്നില്ല, എനിക്ക് ഇതിനകത്ത് എന്താണ് അങ്ങനൊരു സാധനം. ഉണ്ടോ ടാവി പോയോ? ടാവി പോട്ടെ, കുറച്ചേരം അവിടെ പോയിരുന്ന് കളിച്ചോ. ഈ വെയിൽ കൊണ്ട് കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഒരു സ്ഥലം ഓ, വെയിലത്ത് പോകണ്ട, ചൂടുണ്ടോ? എനിക്ക് വയ്യ. മോൻ പത്തേക്ക് പേര്, മോൻ കഴിഞ്ഞ ശരി.
ഇത് സൂപ്പായി വരുന്നുണ്ട്. ഞാൻ ഈ ഇത് മട്ടൻ്റെ മാരിയല്ല, എല്ലാണ്, ഇറച്ചിയല്ല. ഞാൻ വാങ്ങിക്കൊടുക്കണ്ടാവണ്ട, ഇറച്ചിയുണ്ട് എന്നാലും കൂടുതൽ എല്ലാണ്. സൂപ്പാക്കാൻ വെച്ചതാണ്. പിന്നെ ഞാൻ വെച്ചാൽ മട്ടൻ എന്തായാലും ഇതിരിക്കുന്നല്ലോ, അപ്പം ബിരിയാണി വെക്കാൻ വിചാരിച്ചേ ഉള്ളൂ. ഇവിടെ ഈ സാധനത്തിൻ്റെ എല്ല് വെച്ചിട്ട് ഈ പാകിസ്ഥാനീസ് ഉണ്ടല്ലോ, അവർ പുലാവ് ഉണ്ടാക്കും, ഭയങ്കര ടേസ്റ്റാണ്. ഈ വീഡിയോസ് കാണാം. കുറേ ആയി മേടിച്ചിട്ട്. ഇനി ഉണ്ടോ? കുറേ ആയി മേടിച്ചിട്ട്. ഇതിപ്പം സൂപ്പായി. ആക്ച്വലി ഇത് സൂപ്പായി. വേണമെങ്കിൽ സൂപ്പായിട്ടും കുടിക്കാം. നിറയെ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വറ്റി വരണമെന്ന് വിചാരിച്ചു. ഭർത്താനം പറഞ്ഞ ദോശ വരുന്നു. ഇവിടെ തങ്കങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ് രാവിലെ നടന്നു പോണത്. ഞാൻ ദോശ കൊണ്ട് ഭയങ്കര ഫ്ലോപ്പായിരുന്നു. ഞാൻ ദോശ ഇട്ട് കഴിഞ്ഞാൽ പരത്തുന്ന മാവ് അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകുന്നതിനൊക്കെയായിരുന്നു. ഇപ്പം ഞാൻ എക്സ്പേർട്ടായി. നമ്മളല്ലെങ്കിൽ ഓരോന്നോരോന്ന് പരീക്ഷിച്ചാൽ നമ്മുടെ മട്ടൻ ബിരിയാണി ശരി കിട്ടാണ്. ആർക്കാണോ അറിയാൻ വയ്യ. എന്താ പറ്റിയാണോ എന്തോ ഇല്ല. ഗോകുന്റെ ഒരു കൂട്ടുകാരൻ അറ്റാക്ക് പോലെ എന്തോ പറ്റിയാന്ന് അറിയാൻ വയ്യ. ഗോകു എണീക്കുമ്പോഴേ അറിയത്തുള്ളൂ എന്തായിരുന്നു. ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞില്ല. സാധാരണ ഗോകുന്റെ ബാക്കിയുള്ള കൂട്ടുകാരൊക്കെ വരുമ്പോൾ ചേട്ടൻ വരുന്ന, ഇന്നലെ ചേട്ടൻ വന്നതും ഇല്ല. അയ്യോ, നമ്മുടെ മട്ടൺ റെഡി ആയിട്ടോ. മട്ടൺ ഞാൻ കറക്റ്റ് 1.5 മണിക്കൂർ വെച്ചു. വെറുതെ ഗ്യാസ് വേണ്ട, വേണമെങ്കിൽ 2 മണിക്കൂർ വെക്കാം. എല്ലല്ലേ, മാംസം കുറവാണ്, അതുകൊണ്ടിട്ട് വലിയ കുഴപ്പമില്ല. ബിരിയാണിക്ക് തരുമ്പോൾ വെന്തോളൂ. ഞാൻ എന്നിട്ട് റൈസ് വെച്ചു. ഞാൻ ഇന്ന് ബാസ്മതി റൈസ് എടുത്തത്. ശിവയുടെ ബർത്ത്ഡേക്ക് വെച്ച് ബാസ്മതി റൈസ് കുറച്ചധികം ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ എടുത്തിട്ടില്ല. ഞാൻ സാധാരണ ജീരകശാല ബിരിയാണിക്ക് യൂസ് ചെയ്യുന്നത്. ബിരിയാണിക്ക് ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ജീരകശാലയ്ക്കകത്താ. ഇനി ഇത് വെറുതെ കളയണ്ടെന്ന് വിചാരിച്ചിട്ട് എടുത്താ. നെയ്യും പിന്നെ നമ്മുടെ ഓൾ സ്പൈസസ് ഉണ്ടല്ലോ, അതായത് ഈ ഗ്രാമ്പൂ, ഏലക്ക, പിന്നെ ഈ സാധനത്തിന് പറയുന്നത് പട്ട, കറുവപ്പട്ട, അതും കൂടി ഇട്ടിട്ട് ഉപ്പും കൂടെ ചേർത്ത് അരി വേവിക്കാൻ വെച്ചു. അപ്പോഴത്തേന് സവാള കട്ട് ചെയ്തു. സവാള ഞാൻ കട്ട് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. കറക്റ്റ് ഞാൻ ബീഫ് വെച്ച സമയത്ത് കട്ട് ചെയ്തിട്ടതാണ്. സോ അതുകൊണ്ടിട്ട് ഇപ്പം കണ്ണെരിയത്തില്ല. ഇല്ലാതെ എനിക്ക് സവാള പൊട്ടിക്കുന്ന ഉടനെ കണ്ണെരിച്ച് തുടങ്ങുക. എനിക്ക് 2-3 സാധനങ്ങൾ മേടിക്കാനുണ്ട്. ഈ ഗോകുൽ എണീറ്റാൽ അതുകൊണ്ടിട്ട് എൻ്റെ ബിരിയാണി വെപ്പൊക്കെ നടക്കത്തുള്ളൂ. അപ്പം എണീക്കുമായിരിക്കും. സമയം ഒത്തിരി ആയി, 11 മണിയായി. വടക്കോട്ടും തെക്കോട്ടും നിൽക്കുന്ന ഉള്ളി, സവാള ഇങ്ങോട്ട് പിടിക്കുമ്പോൾ അങ്ങോട്ട് പോകാം. കത്തിക്കാണെങ്കിൽ നല്ല മൂർച്ച ഉണ്ടായിരുന്നു കേട്ടോ. ഒരു കത്തിക്ക് മൂർച്ച ഇല്ലായിരുന്നു, അതങ്ങനെ ഞാൻ യൂസ് ചെയ്യലില്ലായിരുന്നു. അതുകൊണ്ടിട്ട് ഇന്നലെ അവർ വന്നിട്ട് എന്തൊക്കെയോ കട്ട് ചെയ്യാനായിട്ട് കത്തി എടുത്തുകൊണ്ട് ഈ കത്തിയുടെ ഉള്ള മൂർച്ചയോടെ കളഞ്ഞു കിട്ടി. എന്നോട് കത്തി വെച്ചപ്പോൾ തന്നെ മൂർച്ചയില്ലാത്ത കത്തി നോക്കിയായിരുന്നു എടുത്ത് കൊടുത്തത്. ഗോകുൽ വന്നപ്പോൾ എടുത്ത് കൊടുത്തതാണെന്ന് തോന്നുന്നു. ഇന്നലെ ആരാണ് ഈ കമൻറ്റ് ചേച്ചി ക്ഷീണിച്ചു പോയെന്ന്. ഡയറ്റ് നോക്കുകയാണ്. എവിടെ ഡയറ്റ് നോക്കാൻ? ഞാനങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ സ്കിപ്പ് ചെയ്യും കേട്ടോ. അങ്ങനെ ഞാൻ കഴിക്കത്തൊന്നുമില്ല. ഞാൻ എന്തെങ്കിലും സ്നാക്സ് എന്തെങ്കിലും കഴിക്കത്തേ ഉള്ളൂ. വീട്ടിൽ ഞാൻ എല്ലാ ദിവസവും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും. പിള്ളേരുള്ളതുകൊണ്ടിട്ട് എന്ന് ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും, പക്ഷെ ഞാൻ കഴിക്കത്തില്ല. എന്താണെന്ന് വെച്ചാൽ എനിക്ക് സമയം കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് മടിക്കുന്നതാണ്. പിന്നെ ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിക്കുന്നത് ഗോകുൽ വരും. ഗോകുൽ വരുമ്പോൾ 4 മണി 3 മണി 3:30 ഒക്കെ ആവും.
അപ്പം ആ സമയത്താണ് ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിക്കുന്നത്. അപ്പം നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫാസ്റ്റിംഗ് പോലെ അങ്ങ് പോകും. അതാ പിന്നെ രാത്രിയിലും അത് ഇണക്കി കൊച്ച് വന്നതിന് ശേഷം കഴിക്കുള്ളൂ. പിള്ളേർക്ക് കൊടുക്കുന്നതിനകത്ത് ചിലപ്പം അധികം വരും അവന്മാർ കഴിക്കാതിരിക്കുന്നത്. അപ്പം അത് ഞാൻ കഴിക്കും. വേസ്റ്റ് ആക്കണമല്ലോ വെച്ചിട്ട് അത് കഴിക്കും. അതുകൊണ്ടിട്ടായിരിക്കും വണ്ണം കുറഞ്ഞത്. വണ്ണം കുറഞ്ഞെന്ന് അറിയാൻ വയ്യ. ഇവിടുന്ന് വെയിങ് മെഷീൻ ഗോകുലിൻ്റെ ഒരു കൂട്ടുകാരൻ കൊണ്ടുപോയായിരുന്നു. അവരുടെ ഫാമിലി നാട്ടിൽ പോയി. അപ്പം അത് തിരിച്ചു കൊണ്ടുവന്നു ഗോകുലിൻ്റെ ഷോപ്പിലിരിക്കും. ഗോകുൽ ഇതുവരെ എടുത്തുകൊണ്ട് വന്നില്ല. ഇല്ലെങ്കിൽ ഞാൻ എല്ലാ ദിവസവും നോക്കും എന്തോ എന്ന്. ഊനിയൻ ഫ്രൈ ചെയ്ത് വയ്ക്കാം. ബാക്കിയപ്പോൾ കട്ട് ചെയ്താൽ മതിയല്ലോ. സമയം വേസ്റ്റ് ആക്കണം. എന്ത് പൊട്ടിക്കുന്നോ? പൊട്ടിക്കുന്നതല്ല, ഡിസ്ട്രിബ്യൂഷൻ. കുഴഞ്ഞു പോയി. നല്ല എരിവ്. പുളിപ്പൂറാ. ഒത്തിരി സമയം താമസിച്ചു. ഇച്ചിക്കൂടെ നേരത്തെ ആവുമായിരുന്നു. എന്നാ ഇച്ചിരി ഒഴിച്ചു വെച്ചത്. ആശ ഇന്ന് സാൻഡ്വിച്ച് ഏത് വേണമെങ്കിലും എടുത്തോ. കുറച്ചുകൂടെ നേരത്തെ ആവുമായിരുന്നു. ഈ സാധനം എനിക്ക് ഫ്രൈറ്റ് ചെയ്തുകൊണ്ടിട്ടാ. അതങ്ങ് പറക്കി കൊടുക്ക്. പക്ഷെ ഇതിന്റെ സോപ്പൊടിയുടെ നല്ല ഇതാണല്ലേ, ലാഭമാണല്ലേ. എമൗണ്ട് റിവീൽ ചെയ്യണ്ട. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലേ എമൗണ്ട്. സാരില്ല. എന്താ നിങ്ങൾ പാക്ക് ചെയ്തപ്പോ നോക്കാൻ എന്ത് നോക്കിയായിരുന്നോ? അത് പോകുന്നുണ്ടോ? അത് ചെയ്യുമ്പോഴേ കറക്റ്റ് പെർഫെക്റ്റ് നോക്കി നോക്കി ചെയ്താൽ മതി. ഗ്ലൂഗൺ വേണ്ടല്ലോ. ഗ്ലൂഗൺ വേണ്ടല്ലോ. ഏതാ പറ്റുന്ന വെച്ചാൽ അത് ചെയ്യും. ഇതിപ്പോ കുഴപ്പമില്ല. നമുക്ക് ആളെ വെച്ച് ചെയ്യിപ്പിക്കുമ്പോ അവർക്കൊരു എമൗണ്ട് പോകും. നമുക്ക് പണിയും കാര്യങ്ങളൊന്നും ഇല്ല. നമുക്കൊരു എമൗണ്ട് കിട്ടും. ലാഭം. ഡെയിലി വർക്ക് ഉണ്ടാവുമെന്ന് അറിയാൻ വയ്യ. ഉണ്ടെങ്കിൽ കൊള്ളാം. ഇതിപ്പോ ഇന്നത്തേക്ക് പോകാനാണെന്ന് പറഞ്ഞു. ഇന്ന് വെളുപ്പേ 5 മണിക്ക് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അവർ രാത്രി മൊത്തം ചെയ്തത്. എനിക്കറിയാം. അതിനകത്ത് വെള്ളം ഉണ്ടായിരുന്നു. ഞാൻ ഈ സവോള വറുത്ത എണ്ണ എടുത്തിട്ട് ആ ചട്ടിക്കകത്ത് കെട്ടി വറ്റിച്ചിട്ട് വെള്ളമൊന്നും ഇല്ലാതെ. പക്ഷെ അരി ഊറ്റി അതിൻ്റെ മുകളിലാണ് വെച്ചത്. അരിക്കകത്തുനിന്നുള്ള വെള്ളമാണ് പൊട്ടിത്തെറിക്കുന്നത്. എനിക്ക് എന്തിൻ്റെ കേടാണ്? കാണാം. ഞാൻ ഭയങ്കര ഫേമസാ. മോനെ സാൻഡ്വിച്ച് ബേബിക്ക് എടുത്ത് കൊടുക്കൂ. അത് ചരിഞ്ഞു. ശിവ അവിടെ കിടന്നു. പാല് കുടിക്കുന്നു. അടുത്തിലോട്ട് വരും. എടേ എനിക്ക് ഇവന്മാരെ കൊണ്ടിട്ട് എനിക്ക് ഇരിക്കാൻ പറ്റത്തില്ലെങ്കിൽ ഞാനിവിടെ ചെയ്തേനായിരുന്നു. ദിവസം 100 രൂപ കിട്ടാൻ ഞാൻ നോക്കാം. ഞാൻ ചിന്തിച്ചിട്ട് പറഞ്ഞു അവരുടെ കൂടെ നിന്ന് ചെയ്യാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഒറ്റയ്ക്ക് മടുപ്പാവും. നമ്മളാടിയിരുന്ന എല്ലാരും തമാശ പോലെ ചിരി കളിച്ചിട്ടേ മാമ പറയുന്നുണ്ട്. അത് അണ്ണനെ കൊണ്ട് വിളിക്കടാ. ആ ചെങ്ങായിക്കാരനും മടുത്തിട്ടുണ്ടാ. സംഭാരം എടുത്ത് വെച്ചേക്കുന്നു.
എന്നോട് ആരാണ്ട് വുഡൻ സ്പൂൺ യൂസ് ചെയ്യാൻ പറഞ്ഞിട്ട് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് കാണുന്നില്ല. ഇവന്മാരെടുത്തോണ്ട് പോയതായിരിക്കും. അടാ ഒരു ബോട്ടിൽ വെള്ളം വാങ്ങണോടാ. ബക്കുവിന്റെ അവിടെ നിന്ന് മേടിച്ചോണ്ടുള്ള വെള്ളം ഉണ്ടല്ലോ, ഇതാ. വെള്ളത്തിനകത്ത് ഇതുണ്ടായിരുന്നു, പൊട്ടലുണ്ടായിരുന്നു, അതുകൊണ്ടിട്ട് ഞാൻ പോവാ. തീർന്നോ? പിള്ളേരെ ഇത്തിരി നേരം പുറത്തൊക്കെ ഇരുത്തണം, അതാണ് കുഴപ്പം. ബാൽക്കണി നിറച്ച് ഈ സാധനങ്ങൾ കൊണ്ടിട്ടത് കൊണ്ട് പിള്ളേരെ ഇരുത്തത് നടക്കൂല. ഇന്ന് 50 രാവിലെ 6 മണിയാകുമ്പോൾ 50 തീർക്കേണ്ടത്. 4 മണിക്ക് മറ്റു വൈകിട്ടാകുമ്പോഴത്തേക്കും പറയുമ്പോൾ 7200 കറവോട് പോകും. 7200 സോപ്പ് പൊടി നടത്തണം. ഇന്നലെ ഞാൻ വന്ന് നോക്കുമ്പോഴത്തേക്ക് 225 ലോഡ് നടത്തി വെച്ചേക്കുന്നു. ഇവിടെ 225 നടത്തി വെച്ചത്. അത് ഇത്തിരി സമയം പോയത്. ത്രാസ് കൊണ്ടുവന്ന് നോക്കുമ്പോഴത്തേക്ക് 225, 120 കൊണ്ട് 130, 120, 110, 113 മാക്സിമം. ഇവർ പറഞ്ഞ് 1 രൂപ കൊടുക്കുന്നില്ല, ക്വാണ്ടിറ്റി കുറവാണ് നടത്തി. അല്ല ഐസ്ക്രീം കപ്പിന്റെ അകത്ത് അല്ല, നിങ്ങൾ ടൈഡിന്റെ കൊണ്ടുവന്നില്ലേ, അത് ഇട്ട് നോക്കി ഞാൻ അന്നോട് പറഞ്ഞു 150 ഇത്രയും വേണ്ട കേട്ടോ എന്ന് പറഞ്ഞു. എന്നിട്ട് മൊത്തം തട്ടി. എങ്ങനെ പോയാലും ഒരു 100-ന് പുറത്ത് ബോക്സ് എടുത്ത് തിരിച്ചു തട്ടി, തിരിച്ചു തട്ടി വീണ്ടും ഫില്ല് ചെയ്തു. അങ്ങനെ പോയി 1 മണിക്കൂർ. അവരെന്ത് ചെയ്യാൻ പറ്റും? എന്നാലും ഇച്ചിരി പിള്ളേരെ പുറത്തിരുത്താനൊന്നും പറ്റത്തില്ല. നിങ്ങൾ പണി കഴിയുമ്പോഴത്തേനെ അവിടെ ഒതുക്കി വെച്ചിട്ട് പോകാൻ പറ. അപ്പൊ പിള്ളേർക്ക് ഇങ്ങോട്ടേക്ക് ഇരിക്കുമല്ലോ, അല്ലെങ്കിൽ അവർ ഇങ്ങോട്ട് ഇരിക്കാൻ പറ. ഇങ്ങോട്ട് ഇരിക്കാൻ പറ. അതിനെ ഞാൻ ചെയ്യും. ഞങ്ങൾക്ക് തല കറങ്ങിട്ട് ഞാൻ കുറെ നേരം വന്ന് കിടന്നു നടുവേനോട്. എന്താണ് പപ്പ പോട്ടെ, അവക്ക് ജോലിയില്ലേ? അവനാ സാൻഡ്വിച്ച് എടുത്ത് കൊടുത്താണ്, അത് കഴിച്ചിട്ടിരിക്കും. ആ കട്ടിലുണ്ട്. അത് കഴിച്ചില്ലേ? അത് കഴിച്ചില്ലേ? കഴിച്ചാ? ഞാൻ മട്ടന്റെ സൂപ്പ് കൊടുത്ത് അത് കഴിച്ചു. ഞാൻ മട്ടന്റെ സൂപ്പ് ആക്കിയിട്ട് 2 പേർക്കും കൊടുത്തു. ശിവയ്ക്ക് ബോട്ടിലാക്കിയും കൊടുത്തു, കാശിക്ക് അല്ലാണ്ട് കൊടുത്തു. കുറച്ചേരം വെയിറ്റ് ചെയ്യാന്നുണ്ടെ ഫുഡ് കൊണ്ടങ്ങ് പോവായിരുന്നു. പെട്ടെന്ന് ആക്കാം ഞാന്. പിന്നല്ലെങ്കിൽ അത് എടുക്കാനായിട്ട് വരണ്ടേ. ആനന്ദിന് പനി എങ്ങനെ ഉണ്ടാ? പിന്നെ ഈ കുക്കിംഗ് ഒന്നും നടക്കാൻ കാണിക്കുന്നത് പനി വന്ന ഇതൊക്കെ തന്നെ. കാച്ചിപ്പ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ചതാ. നേരത്തെ ഞാൻ ടേസ്റ്റ് ആക്കി വെച്ചു. ഇച്ചിരി നേരത്തെ ഇതൊക്കെ സാധനം കിട്ടിയാണെങ്കിൽ കുറച്ചും കൂടെ നേരത്തെ എല്ലാം സെറ്റാക്കി അടിപൊളി വെക്കുകയായിരുന്നു. സമയം ഒരുപാടായി. ഇല്ലെങ്കിൽ ഞാൻ റെസിപ്പി കാണിച്ചു തരാമായിരുന്നു. ഞാൻ ഇനിയിപ്പോൾ ഇത് ആക്കിയതിനു ശേഷം കാണിച്ചു തരാം. കാരണം വെച്ചാൽ ഞാൻ ഒത്തിരി ടൈം പോയി. എനിക്ക് വർത്തമാനം പറഞ്ഞാൽ സമയം കിട്ടത്തില്ല. അതാ ആയിരോ ചെയ്യുന്ന വിഷയമില്ലടാ. എനിക്ക് ഇവന്മാർ പറയും കഴിഞ്ഞാൽ ഞാൻ ഫ്രീയാ ചെയ്യാം. ഇനി ഞാനിപ്പം രാവിലത്തേക്കുള്ളത് അങ്ങനെ എൻ്റെ ബിരിയാണി പ്രിപ്പറേഷൻ കഴിഞ്ഞു. ഞാൻ സാധാരണ ഉണ്ടാക്കുന്ന പോലെ ദം ചെയ്തല്ലോ ഉണ്ടാക്കി. ഇത് ഞാൻ റൈസ് തട്ടി അതിൻ്റെ അകത്ത് ഇട്ടത് ഇങ്ങനെ ആക്കിയെടുത്താൽ ഇത് എത്ര നല്ലതാവുമെന്ന് എനിക്ക് അറിയത്തില്ല. കാര്യം ഗോകു വെപ്രാളപ്പെട്ടു. ഗോകുവിന് ഫുഡ് കൊണ്ട് കൊടുത്തിട്ട് ഗോകുവിന് പോകണമെന്ന് പറഞ്ഞിട്ടത്. ടേസ്റ്റൊക്കെ ഉണ്ട്, പക്ഷെ എനിക്ക് എന്തായാലും ദം ചെയ്തെടുക്കുന്ന ബിരിയാണി ഇഷ്ടം. ലെയറായിട്ട് കാരണം കഴിക്കുന്നുണ്ട്. അപ്പം ശരി,
ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പിള്ളേരെ കിടത്തി ഉറക്കട്ടെ. പിള്ളേർക്ക് കൂടെ കൊടുത്തിട്ട് കിടത്തി ഉറക്കട്ടെ.